പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് ഷുഡ് ഹാവ്, അതാണ് നമ്മൾ ഇന്നത്തെ ലെസൺസ്. ഈ ഷുഡ് ഹാവ് എന്നുള്ളത് എങ്ങനെ, എപ്പോൾ, എവിടെയെല്ലാം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ചെയ്യേണ്ടിയിരുന്നു എന്നർത്ഥത്തിൽ. അതായത് നമ്മൾ ചെയ്യാത്ത ഒരു പ്രവൃത്തിയിൽ ഗ്യാദം തോന്നുമ്പോൾ ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ്, അതായത് വെർബിന് 5 ഫോം ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഷുഡ് ഹാവ് എന്നത്. മോഡൽ ഓക്സിലറി ആണ്, ഒപ്പം സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് മോഡൽ ഓക്സിലറി ആണ്. ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. നമുക്ക് നോക്കാം. ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ഷുഡ് ഹാവിന് ശേഷം ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ വരൂ. അതാണ് ഇവിടെ ഗ്രാമാറ്റിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു വെർബിന് റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ് എന്നിങ്ങനെ 5 രൂപങ്ങളുണ്ട്. അതിൽ റിട്ടൺ എന്നുള്ള രൂപമാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ദിസ് കൺസ്ട്രക്ഷൻ ഈസ് എ സബ്ജക്ട്. ആദ്യം സബ്ജക്ട് ഉപയോഗിക്കുന്നു, എന്നിട്ട് നമ്മൾ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നു, അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇറ്റ്സ് എ കോമൺ സ്ട്രക്ചർ ഇൻ ഇംഗ്ലീഷ് യൂസ് ടു എക്സ്പ്രസ് റിഗ്രറ്റ്, ഖേദം, അല്ലെങ്കിൽ ഒരു വിമർശനം, അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷൻ, ഒരു ഊഹിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. പാസ്റ്റ് ഇവന്റ്സിനെ കുറിച്ചുള്ള ഊഹിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഷുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതിന്റെ ഗ്രാമറും സ്ട്രക്ചറും എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. ഓക്കെ, ദ ഫ്രൈസ് ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് എ മോഡൽ പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ. ഒരു മോഡൽ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഇതേ കാറ്റഗറിയിൽ കുറെ മോഡൽ പെർഫെക്റ്റുകളുണ്ട്. ഷുഡ് ഹാവ്, വുഡ് ഹാവ്, വുഡ് ഹാവ് എന്നിങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ മോഡൽ ഓക്സിലറി ഉപയോഗിക്കുന്നു. മോഡൽ ഓക്സിലറിക്ക് ശേഷം ഒരു വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നതുകൊണ്ട് അതിന്റെ പെർഫെക്റ്റ് ഓക്സിലറി വെർബായ ഹാവിന്റെ ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കുന്നു. അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുകളായ, അതായത് പല ആളുകളുടെ തേർഡ് ഫോം എന്നുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ തേർഡ് ഫോം എന്ന് തന്നെ പറഞ്ഞു. ശരിക്കും അത് യഥാർത്ഥത്തിൽ ഫോർത്ത് ഫോം ആണ്. ഡൺ, ഗോൺ, സീൻ പോലെയുള്ള വെർബുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നു. ഐ ഷുഡ് ഹാവ് ഡൺ. ഈ ഷുഡ് ഹാവ് എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ ഷുഡുഫ് എന്നാണ് വരിക. ഷുഡുഫ് എന്നാണ്. ഓക്കെ, ഷുഡ് ഹാവ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് പറയാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഷുഡുഫ് എന്നാണ് പറയുന്നത്. അതിന്റെ ഫോം ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, എന്നിട്ട് ഷുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നു, അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഈ ഷുഡ് കോൾ മീ, നീ എന്നെ വിളിക്കേണ്ടിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ദേ ഷുഡന്റ് ഹാവ് സെഡ് ദാറ്റ്, അവർ അത് പറയേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല. ചെയ്തതിൽ ഖേദിക്കുമ്പോഴാണ് നെഗറ്റീവ് ഫോം ഉപയോഗിക്കുന്നത്. ചെയ്യാത്തതിൽ ഖേദിക്കുമ്പോഴാണ് പോസിറ്റീവ് ഫോം ഉപയോഗിക്കുന്നത്. യു ഷുഡ് കോൾ മീ, നീ എന്നെ വിളിക്കേണ്ടിയിരുന്നു, നീ വിളിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിന്റെ യൂസേജസും അതിന്റെ ഫംഗ്ഷനുമാണ്. എന്തെല്ലാം തരത്തിലുള്ള യൂസേജസ് ആണുള്ളത്? പ്രധാനമായും 4 യൂസേജസ് ആണ് അതിനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂസേജ് എക്സ്പ്രസിംഗ് റിഗ്രറ്റ് ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു മിസ്സായ അവസരത്തെ കുറിച്ച് പറയാനോ ആണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഷുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. യൂസ് ടു എക്സ്പ്രസ് ഡിസപ്പോയിന്റ്മെന്റ്, അതായത് നിരാശ, റിഗ്രറ്റ് അല്ലെങ്കിൽ ഖേദം അബൌട്ട് സംതിങ് ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. എന്തെങ്കിലും നടക്കാത്ത കാര്യത്തെ കുറിച്ചുള്ള നിരാശ രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഖേദം പ്രകടിപ്പിക്കാനോ പാസ്റ്റിൽ മുന്നേ നടക്കാത്ത കാര്യത്തെ കുറിച്ച്, അതാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ ഐഡിയലി നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. അപ്പൊ ഒരു ഉദാഹരണം നോക്കാം. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ എക്സാം. ഐ റിഗ്രറ്റ് നോട്ട് സ്റ്റഡിയിങ് ഹാർഡർ. ഓക്കെ, ഞാൻ പഠിക്കേണ്ടിയിരുന്നു എന്നാണ്. ഞാൻ നന്നായി പഠിക്കേണ്ടിയിരുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കേണ്ടിയിരുന്നു. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം, നമുക്ക് പരീക്ഷയ്ക്ക് വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല, അപ്പൊ നമുക്ക് തോന്നുകയാണ് പഠിക്കാത്തതിൽ ഓക്കെ ഉഴപ്പി നടന്നു. അപ്പൊ നമ്മൾ പറയുന്നു ഐ ഷുഡ് സ്റ്റഡീഡ് ഹാർഡർ, നന്നായി പഠിക്കേണ്ടിയിരുന്നു എന്ന്. മറ്റൊരു ഉദാഹരണം നോക്കൂ. യു ഷുഡ് അപ്പോളജൈസ് ഏർലിയർ. അവൾ നേരത്തെ എന്ത് ചെയ്യേണ്ടിയിരുന്നു, ക്ഷമ ചോദിക്കേണ്ടിയിരുന്നു. പക്ഷെ നേരത്തെ ചോദിച്ചില്ല, അപ്പോഴേക്കും ചിലപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇനി മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ഷി ഹാഡ് അപ്പോളജൈസ്. നേരത്തെ അപ്പോളജൈസ് ചെയ്തിരുന്നെങ്കിൽ അത് നന്നായേനെ എന്നർത്ഥത്തിൽ. അപ്പോൾ ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ് ചെയ്യേണ്ടിയിരുന്നു, അതായത് മാപ്പ് ചോദിക്കേണ്ടിയിരുന്നു മുന്നേ തന്നെ. അപ്പൊ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. നമുക്ക് കുറച്ച് അധികം ഉദാഹരണങ്ങൾ നോക്കാം. ഒരു 5 ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നോക്കൂ. ഐ ഷുഡ് കോൾ മൈ പാരന്റ്സ് ലാസ്റ്റ് വീക്കെൻഡ്. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വാരാന്ത്യത്തിൽ, അതായത് ശനി ഞായർ ദിവസമാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പാരന്റ്സിനെ വിളിക്കേണ്ടിയിരുന്നു. ഓക്കെ, വിളിക്കാത്തതിൽ ഒരു ഖേദം തോന്നുന്നു. ഐ റിഗ്രറ്റ് നോട്ട് കോളിംഗ് ദം. ഓക്കെ, വിളിക്കാത്തതിൽ ഖേദം തോന്നുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഷുഡ് ഹാവ് കോൾഡ്, ഞാൻ ചെയ്യേണ്ടിയിരുന്നു എന്നർത്ഥം, ഞാൻ വിളിക്കേണ്ടിയിരുന്നു എന്നർത്ഥം. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഷീ ഷുഡ് ഹാവ് ടേക്കൻ ആൻ അംബ്രല്ല. അവരൊരു കുട എടുക്കേണ്ടിയിരുന്നു. നൗ ഷീ സോഫ്റ്റ്, അവൾ ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, മഴ പെയ്തു, കുട എടുത്തില്ല, അതുകൊണ്ട് നനഞ്ഞു, അതായിരുന്നു നല്ലത്. ഓക്കെ, ആൻഡ് ഇറ്റ് ബെറ്റർ ഇഫ് ഷീ ഹാഡ് വൺ. ഒരു കുട കൊണ്ടുവന്നു
ആയേനെ. അപ്പോൾ ഷീ ഷുഡ് ഹാവ് ടേക്കൻ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടിയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഒരു അമ്പർല എടുക്കേണ്ടിയിരുന്നു. ഓക്കെ, അത് ചെയ്യാത്തതിലുള്ള ഒരു ഖേദം അല്ലെങ്കിൽ അത് നല്ലതായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ആണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കൂ. വി ഷുഡ് ബുക്ക്ഡ് അവർ ടിക്കറ്റ് ഏർലിയർ. നമ്മൾ ടിക്കറ്റ് മുന്നേ തന്നെ ബുക്ക് ചെയ്യേണ്ടിയിരുന്നു. വി റിഗ്രറ്റ് വെയിറ്റിംഗ് ടു ലോങ് ടു ബുക്ക്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വലിയൊരു ക്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ക്യൂ നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, ആ ചെയ്യാത്തതിൽ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് ഖേദം തോന്നുമ്പോഴാണ് അത് പറയുന്നത്. വി ഷുഡ് ബുക്ക്, നമ്മൾ ബുക്ക് ചെയ്യേണ്ടിയിരുന്നു. They should have invited Sarah to the party. അവർ സാറയെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടിയിരുന്നു. ബാക്കി ചെയ്തില്ല. ചെയ്യാത്തത് അത് നല്ലതായിരുന്നില്ല. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് നോട്ട് ടു ഇൻക്ലൂഡ് ഹർ. അവളെ ഉൾപ്പെടുത്താത്തത് നന്നായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ അർത്ഥം ഇതാണ് വരുന്നത്. They should have invited. അവർ ഇൻവൈറ്റ് ചെയ്യേണ്ടിയിരുന്നു എന്ന്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം നോക്കൂ. I should have saved more money last year. കഴിഞ്ഞ വർഷം ഞാൻ കൂടുതൽ പണം സേവ് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ അത് കാശ് കയ്യിലില്ലാതെ വരുമ്പോൾ നമുക്കൊരു ഖേദം തോന്നുമല്ലോ. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നത്. ഐ റിഗ്രറ്റ് നോട്ട് ബീങ് മോർ ഫൈനാൻഷ്യലി റെസ്പോൺസിബിൾ. ഒരു സാമ്പത്തിക ഉത്തരവാദിത്വം ഇല്ലാത്തതിന്റെ ഒരു റിഗ്രഷൻ പറയാൻ വേണ്ടി. ഒരു എന്താ പറയാ, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഖേദം. ഓക്കെ, ഐ ഷുഡ് സേവ്, ഞാൻ സേവ് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഇതിന്റെ അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. അതിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ വരുന്നത് ഗിവിംഗ് ക്രിറ്റിസിസം ഓർ ബ്ലെയിം. ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഷുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു പോയിന്റ് ഔട്ട് എ മിസ്റ്റേക്ക് ഓർ എ ഫെയിലിയർ ടു മീറ്റ് ആൻ ഒബ്ലിഗേഷൻ ഓർ എക്സ്പെക്ടേഷൻ ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാലത്ത് ഒരാൾ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ പോയിന്റ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾ പരാജയപ്പെട്ട എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയാനൊക്കെയാണ്. ഉദാഹരണം നോക്കാം. യു ഷുഡ് ടോൾഡ് മീ അബൌട്ട് ദ മീറ്റിംഗ്. നീ എന്നോട് മീറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ടിയിരുന്നു. ആ പറയാത്തതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. നീ പറയാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല. അത് എന്റെ മിസ്റ്റേക്ക് അല്ല, അത് എന്നോട് പറയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആളുടെ മിസ്റ്റേക്ക് ആണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ യു ഷുഡ് ടോൾഡ് മീ, നീ എന്നോട് പറയേണ്ടിയിരുന്നു എന്നർത്ഥം. അടുത്ത് നോക്കൂ. ദേ ഷുഡ് ബീൻ മോർ കെയർഫുൾ വിത്ത് ദെയർ വേർഡ്സ്. അവരുടെ വാക്കുകളിൽ അവർ കൂടുതൽ ശ്രദ്ധാലു ആവേണ്ടിയിരുന്നു. ബീൻ എന്ന് പറഞ്ഞാൽ ആവുക എന്നർത്ഥമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ദേ ഷുഡ് ബീൻ മോർ കെയർഫുൾ വിത്ത് ദെയർ വേർഡ്സ്. അവരുടെ വാക്കുകളിൽ അവർ കൂടുതൽ ശ്രദ്ധാലു ആവേണ്ടിയിരുന്നു. ബ്ലെയിം ചെയ്യാണ് അവരെ ഫോർ ബീങ് കെയർലെസ്. അങ്ങനെ കെയർലെസ് ആയതിൽ അവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു 5 ഉദാഹരണങ്ങൾ നോക്കാം. യു ഷുഡ് ലോക്ക് ദ ഡോർ ബിഫോർ ലീവിങ്. പോകുന്നതിന് മുമ്പ് നീ ഡോർ ലോക്ക് ചെയ്യേണ്ടിയിരുന്നു. ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത്? ക്രിട്ടിസൈസിങ് സംവൺ ഫോർ ഫോർഗെറ്റിംഗ് ടു ലോക്ക് ദ ഡോർ. ഡോർ ലോക്ക് ചെയ്യാൻ മറന്നതിൽ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്, വിമർശിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അത് നിന്റെ കുഴപ്പമാണ്, നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, യു ഷുഡ് ലോക്ക് ദ ഡോർ ബിഫോർ ലീവിങ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ദേ ഷുഡ് ഹാവ് ചെക്ക് ദ ഡീറ്റെയിൽ മോർ thoroughly. വളരെ കംപ്ലീറ്റ് ആയിട്ട് അവര് ആ ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്യേണ്ടിയിരുന്നു. അത് ചെക്ക് ചെയ്തില്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ ബ്ലെയിമിംഗ് ദം ഫോർ ഓവർ ലുക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ എല്ലാം വിട്ട് കളഞ്ഞതിനെ കുറ്റം ചെയ്യുക, അതായത് കുറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ഷുഡ് ചെക്ക്, അവർ ചെക്ക് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഹി ഷുഡ് ഹാവ് കോൾഡ് ടു ലെറ്റ് us know he would be late. ഓക്കെ, ഹി ഷുഡ് ഹാവ് കോൾഡ് ടു, അവൻ വിളിക്കേണ്ടിയിരുന്നു. ടു ലെറ്റ് us know, ഞങ്ങളെ അറിയിക്കാൻ. he would be late, അദ്ദേഹം ലേറ്റ് ആവുമെന്ന് അറിയിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ല, ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു, ഞങ്ങളുടെ സമയം പോയി, അപ്പൊ അത് മോശമായി എന്നുള്ള രീതിയിൽ ഒരാളെ വിമർശിക്കുമ്പോഴാണ് ക്രിട്ടിസൈസിങ് ഹിം ഫോർ നോട്ട് ഇൻഫോമിങ് യു. അവരെ അറിയിക്കാത്തതിലുള്ള ഒരു വിമർശനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ഷുഡ് കോൾ ടു ലെറ്റ് us know he would be late. അവൻ ലേറ്റ് ആവുമെന്ന് ഞങ്ങളെ അറിയിക്കാൻ വിളിക്കേണ്ടിയിരുന്നു. വിളിക്കാത്തതിൽ ഒരു വിമർശനം രേഖപ്പെടുത്തുവാൻ. അടുത്ത ഉദാഹരണം നോക്കൂ. യു ഷുഡ് വെയിറ്റ് ഫോർ മീ ഇൻസ്റ്റെഡ് ഓഫ് ലിവിങ് ഓൺ യുവർ ഓൺ. ഒറ്റക്ക് പോകുന്നതിന് പകരം യു ഷുഡ് വെയിറ്റ് ഇറ്റ് ഫോർ മീ, എന്നെ കാത്തു നിൽക്കേണ്ടിയിരുന്നു എന്നർത്ഥം. ഓക്കെ, എന്നെ കാത്തു നിൽക്കേണ്ടിയിരുന്നു, നീ പോയത് ഒറ്റക്ക് പോയത് ശരിയായില്ല എന്നുള്ള ഒരു ബ്ലെയിമിംഗ് ആണ് ഇവിടെ വരുന്നത്. അടുത്തൊന്ന് നോക്കൂ. യു ഷുഡ് റിപ്ലൈ ടു ദെയർ ഇമെയിൽ സൂണർ. പെട്ടെന്ന് തന്നെ അവരുടെ ഇമെയിലിന് നീ റിപ്ലൈ കൊടുക്കേണ്ടിയിരുന്നു, കൊടുത്തില്ല. ഓക്കെ, ആ കൊടുക്കാത്തതിൽ അല്ലെങ്കിൽ കൊടുക്കാൻ നേരം വൈകിയതിൽ അവളെ വിമർശിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഷീ ഷുഡ് റിപ്ലൈ, അവർ റിപ്ലൈ ചെയ്യേണ്ടിയിരുന്നു എന്നർത്ഥം. ഇനി ഇതിന്റെ മൂന്നാമത്തെ യൂസേജ് വരുന്നത് സ്പെക്കുലേറ്റിംഗ് അബൌട്ട് വാട്ട് വാസ് എക്സ്പെക്റ്റഡ്. നമ്മൾ ഒരു ഊഹിക്കുക, എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് ഊഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യൂസ് ടു സജസ്റ്റ് വാട്ട് വാസ് ലോജിക്കലി എക്സ്പെക്റ്റഡ്. ഓക്കെ, ലോജിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരുന്നു.
സംഭവിക്കേണ്ടതില്ലായിരുന്നു, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഷുഡ് ഹാവ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ദ പാക്കേജ് ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. ഈ സമയമാകുമ്പോഴേക്കും പാക്കേജ് എത്തേണ്ടിയിരുന്നതാണ്, പക്ഷെ എത്തിയിട്ടില്ല. ഇറ്റ് എക്സ്പെക്റ്റഡ് ടു അറൈവ് ബട്ട് ഇറ്റ് ഹാസൻറ്റ്. അതായത് 4 ദിവസമാണ് ഡെലിവറി ടൈം പറഞ്ഞത്, ഇന്ന് 5ാമത്തെ ദിവസമാണ്, പക്ഷെ ഇതിൽ എത്തേണ്ടിയിരുന്നതാണ്, ഇന്ന് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ദ പാക്കേജ് ഷുഡ് അറൈവ് ബൈ നൗ. ഈ സമയമാകുമ്പോഴേക്കും എത്തേണ്ടിയിരുന്നതാണ്, പക്ഷെ എത്തിയില്ല. അടുത്ത ഉദാഹരണം നോക്കൂ. ഹി ഷുഡ് ബീൻ അറ്റ് ദ പാർട്ടി. അപ്പൊ ബീൻ എന്ന് പറഞ്ഞാൽ ഗോ എന്നർത്ഥമുണ്ട്, കം എന്നർത്ഥമുണ്ട്, ഗോ ആൻഡ് കം എന്നർത്ഥമുണ്ട്. അപ്പൊ വരിക എന്നർത്ഥമുണ്ട്, പോവുക എന്നർത്ഥമുണ്ട്, പോയി വരിക എന്നർത്ഥമുണ്ട്, എത്തുക എന്നർത്ഥമുണ്ട്. അപ്പൊ ഹി ഷുഡ് ബീൻ അറ്റ് ദ പാർട്ടി. അവൻ പാർട്ടിക്ക് എത്തേണ്ടതായിരുന്നു. ഐ വണ്ടർ വൈ ഹി വാസ് ദേർ. എന്തുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ല എന്നുള്ളതിനാണ് ഞാൻ അതിശയിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ആള് എത്തിയിട്ടില്ല. അപ്പൊ ഹി ഷുഡ് ബീൻ അറ്റ് ദ പാർട്ടി. അവൻ പാർട്ടിക്ക് എത്തേണ്ടതായിരുന്നു എന്നർത്ഥം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം, ഒരു 5 ഉദാഹരണങ്ങൾ നോക്കാം. ദ ട്രെയിൻ ഷുഡ് ലെഫ്റ്റ് ബൈ നോ. ട്രെയിൻ ഇപ്പൊ പോകേണ്ടിയിരുന്നതാണ്. 9:10 സമയം, ഇപ്പൊ 9:20, പക്ഷെ ട്രെയിൻ പോയിട്ടില്ല. ഈ സപ്പോ ഒരാൾ ചോദിക്കാണ് എപ്പോഴാണ് ട്രെയിൻ പോകുന്നത്, അപ്പൊ നമുക്ക് പറയണം ദ ട്രെയിൻ ഷുഡ് ലെഫ്റ്റ് ബൈ നോ. ഈ സമയമാകുമ്പോഴേക്കും പോകേണ്ടതായിരുന്നു, 10 മിനിറ്റ് ലേറ്റ് ആണ്. ഓക്കെ, ഐ എക്സ്പെക്ടഡ് ഇറ്റ് ടു ഡിപ്പാർട്ട് ഓൾറെഡി ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്. ഓൾറെഡി അത് പാർട്ടിയുടെ സമയമാണ്, പക്ഷെ നടന്നിട്ടില്ല എന്നർത്ഥം. അടുത്ത് നോക്കൂ. ഷീ ഷുഡ് റിസീവ് ദ ഇൻവിറ്റേഷൻ യെസ്റ്റർഡേ. ഇന്നലെ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വല്ല പോസ്റ്റൽ ഡിലേയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഷീ ഷുഡ് റിസീവ്, അവൾ റിസീവ് ചെയ്യേണ്ടിയിരുന്നതാണ്. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കൂ. ഹി ഷുഡ് ഫിനിഷ് ഹിസ് ഹോംവർക്ക് ബൈ നോ. ഈ സമയമാകുമ്പോഴേക്കും അവൻ അവന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യേണ്ടിയിരുന്നതാണ്, പക്ഷെ ചെയ്തിട്ടില്ല. സാധാരണ 2 മണിക്കൂറൊക്കെ മതി അവന് ഹോംവർക്ക് ചെയ്യാൻ, പക്ഷെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ്, പക്ഷെ ചെയ്തിട്ടില്ല. അപ്പോൾ ഹി ഷുഡ് ഫിനിഷ്ഡ്. ഓക്കെ, ഫിനിഷ് ചെയ്യേണ്ടിയിരുന്നതാണ്, പക്ഷെ ഫിനിഷ് ചെയ്തിട്ടില്ല. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ദ മൂവി ഷുഡ് സ്റ്റാർട്ട് 10 മിനിറ്റ്സ് അഗോ. 10 മിനിറ്റ് മുമ്പേ സിനിമ തുടങ്ങേണ്ടിയിരുന്നതാണ്, പക്ഷെ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അടുത്ത് നോക്കാം. ദേ ഷുഡ് അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് ബൈ ദിസ് ടൈം. ഈ സമയമാകുമ്പോഴേക്കും അവർ എയർപോർട്ടിൽ എത്തേണ്ടിയിരുന്നതാണ്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ നിന്ന് 1/2 മണിക്കൂറേ സമയമുള്ളൂ, പക്ഷെ എന്ത് സംഭവിച്ചു, അരമണിക്കൂറിലധികമായി, 3/4 മണിക്കൂറായി, ഇപ്പോഴും എത്തിയിട്ടില്ല. ഇനി വല്ല ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ നേരം വൈകുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്തത്. ആ എക്സ്പെക്ട് ചെയ്തത് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ദേ ഷുഡ് അറൈവ് അറ്റ് ദ എയർപോർട്ട് ബൈ ദിസ് ടൈം. അപ്പൊ ചെയ്യേണ്ടിയിരുന്നതാണ്, അവർ ഈ സമയത്ത് എത്തേണ്ടിയിരുന്നതാണ് എന്നർത്ഥത്തിൽ പറയുന്നത്. ഇനി ഇതിന്റെ 4ാമത്തെ യൂസേജ് വരുന്നത് എക്സ്പ്രസിംഗ് മോറൽ ഓർ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. യൂസ് ടു സ്റ്റേ വാട്ട് സമ്മൺ ഓർ ടു ഹാവ് ഡൺ ആസ് എ ഡ്യൂട്ടി. ഒരാൾ ഡ്യൂട്ടി ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ മോർ ഒബ്ലിഗേഷൻ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട റൈറ്റ് ആയ കാര്യം എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി പാസ്റ്റിൽ. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ആൻഡ് വി ഷുഡ് ഹെൽപ്പ് ഹർ വെൻ ഷി നീഡഡ് us. അവൾക്ക് നമ്മളെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവളെ ഹെൽപ്പ് ചെയ്യേണ്ടിയിരുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. ഇറ്റ് വാസ് അവർ മോർ ഒബ്ലിഗേഷൻ ടു ഹെൽപ്പ് ഹർ. നമുക്ക് ധാർമ്മികമായ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അത് ചെയ്തില്ല എന്നർത്ഥം. ഹി ഷുഡ് റിട്ടേൺ ദ മണി ഹി ബോറോഡ്. അവൻ വാങ്ങിയ പണം തിരിച്ചു തരേണ്ടിയിരുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു തരേണ്ടിയിരുന്നു. അത് തരാത്തതിൽ അവർക്ക് അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഹി ഷുഡ് റിട്ടേൺ, അവൻ തിരിച്ചു തരേണ്ടിയിരുന്നു ദ മണി ഹി ബോറോഡ്, അവൻ വാങ്ങിയ പൈസ. ഓക്കെ, നമുക്ക് ഒരു കുറച്ച് 5 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാവും. നോക്കൂ. യു ഷുഡ് ടോൾ ദ ട്രൂത്ത്. നീ സത്യം പറയേണ്ടിയിരുന്നു. ഇവൻ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നീ സത്യം പറയേണ്ടിയിരുന്നു. അത് നിന്റെ മോറൽ ഒബ്ലിഗേഷൻ ആണ്, പക്ഷെ നീ സത്യം പറഞ്ഞില്ല. ഓക്കെ, അപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഷുഡ് ഓഫർ ദം ഫുഡ് വെൻ ദേ വിസിറ്റ്. അവർ വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അവർക്കൊരു ഫുഡ് ഓഫർ ചെയ്യേണ്ടിയിരുന്നു, നമ്മൾ ചെയ്തില്ല. ഓക്കെ, അതായിരുന്നു റൈറ്റ് ആയ തിങ്. ആ റൈറ്റ് ആയ തിങ് നമ്മൾ ചെയ്തില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹി ഷുഡ് സ്റ്റുഡ് അപ്പ്. ഹി ഷുഡ് സ്റ്റുഡ് അപ്പ് ഫോർ ഹിസ് ഫ്രണ്ട്. അവന്റെ ഫ്രണ്ടിന് വേണ്ടി അവൻ നിലകൊള്ളേണ്ടിയിരുന്നു. വെൻ ഷി വാസ് ബീങ് ക്രിറ്റിസൈസ്ഡ്. അവളെ വിമർശിക്കപ്പെടുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു, നിലകൊള്ളേണ്ടിയിരുന്നു, പക്ഷെ അവൻ നിലകൊണ്ടില്ല. ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു സപ്പോർട്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു അത്, പക്ഷെ അത് ചെയ്തില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഉദാഹരണം നോക്കൂ. ദേ ഷുഡ് ഡൊണേറ്റ് ടു ദ കോസ് വെൻ ദേ ഹാഡ് എ ചാൻസ്. ഒരു ചാൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവർ ആ ഒരു കാരണത്തിന് വേണ്ടി അവർ സംഭാവന നൽകേണ്ടിയിരുന്നു. ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എത്തിക്കൽ തിങ് ടു ഡു. അതാണ് എത്തിക്കലായിട്ട് ചെയ്യാണ്ടായിരുന്ന കാര്യം, പക്ഷെ അവർ ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ്
ഷീ ഷുഡ് റിപ്പോർട്ടഡ് ദ ഇൻസിഡന്റ് ടു ദ അതോറിറ്റി. അതോറിറ്റി ആ ഇൻസിഡന്റ് അറിയിക്കേണ്ടിയിരുന്നു. ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ മറ്റു തെഫ്റ്റ് നടക്കുക, അല്ലെങ്കിൽ അതൊക്കെ അതോറിറ്റിയെ, പോലീസിനെ, അതുപോലുള്ള അതോറിറ്റികളെ അറിയിക്കേണ്ടിയിരുന്നു. അവൾ അറിയിച്ചില്ല. അറിയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ റെസ്പോണ്ട്. അറിയിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഷീ ഷുഡ് റിപ്പോർട്ടഡ്, അവൾ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് അതിന്റെ നെഗറ്റീവ് ഫോമുകൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നെഗറ്റീവ് ഫോം ഷുഡിൻ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് അർത്ഥം. അതായത് ചെയ്തതിൽ ഖേദിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ദ നെഗറ്റീവ് ഫോം ഈസ് യൂസ്ഡ് ടു ക്രിട്ടിസൈസ് ആക്ഷൻ ദാറ്റ് വർ റോങ് ഓർ അൺനെസസറി ഇൻസൈഡ്. ഓക്കെ, ഉദാഹരണം നോക്കാം. യു ഷുഡിൻ ഹാവ് ലൈഡ് ടു ദം. നീ അവരോട് നുണ പറയേണ്ടിയിരുന്നില്ല. ഓക്കെ, നുണ പറഞ്ഞു, അതിനൊരു ഖേദം പ്രകടിപ്പിക്കാൻ, അതിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ക്രിട്ടിസൈസിങ് സമ്മൺ ഫോർ ലൈഫ്, നുണ പറഞ്ഞതിന് വിമർശിക്കാൻ ചെയ്യുന്നത്. നോക്കൂ, ഐ ഷുഡിൻ ഹാവ് ഈറ്റൻ സോ മച്ച് കേക്ക്. ഓക്കെ, അത്ര അധികം കേക്ക് ഞാൻ കഴിക്കേണ്ടിയിരുന്നില്ല. ഓക്കെ, അത് അധികം കഴിച്ചു, അല്ലെങ്കിൽ വല്ല വയറുവേദന അല്ലെങ്കിൽ വല്ല ഡിസീസും ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നാം അത്ര അധികം കഴിക്കേണ്ടിയിരുന്നില്ല. അതാണ് ഐ ഷുഡിൻ ഹാവ് ഈറ്റൻ. ഐ ഷുഡിൻ ഹാവ് ഈറ്റൻ സോ മച്ച് കേക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഓക്കെ, ഒരു 5 ഉദാഹരണം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത് ക്ലിയർ ആയിരിക്കും. യു ഷുഡൻ ഹാവ് ഷൗട്ടഡ് അറ്റ് ഹർ ലൈക്ക് ദാറ്റ്. ഇനി ഇതുപോലെ അവളെ ഷൗട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. ഷൗട്ട് ചെയ്തത് മോശമായി പോയി എന്നുള്ള ഒരു ക്രിറ്റിസൈസ്, ഒരു വിമർശനം രേഖപ്പെടുത്താനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യു ഷുഡൻ ഹാവ് ഷൗട്ടഡ്, ഈ ഷൗട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. ഐ ഷുഡൻ ഹാവ് സ്പെൻഡ് സോ മച്ച് മണി ഓൺ അൺനെസസറി തിങ്സ്. ഇപ്പൊ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് കാശില്ലാതെ വരുമ്പോൾ നമ്മൾ പാസ്റ്റിൽ ചെയ്ത് കുറെ അൺനെസസറി തിങ്സിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതിനെ കുറിച്ച് നമുക്കൊരു ഖേദം, റിഗ്രറ്റ് വരികയാണ്. ഓവർ സ്പെൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു റിഗ്രഷൻ വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഐ ഷുഡൻ ഹാവ് സ്പെൻഡ്, ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ഉദാഹരണം നോക്കാം. ദേ ഷുഡൻ ഹാവ് പാർക്ക് ഇൻ നോ പാർക്കിംഗ് സോൺ. ആ നോൺ പാർക്കിംഗ് സോണിൽ അവർ പാർക്ക് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ ഒരാളെ അവിടെ ഇല്ലീഗലി പാർക്ക് ചെയ്തതിന് വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഫൈൻ കിട്ടുമ്പോൾ നമുക്ക് തോന്നുമോ അവിടെ പാർക്ക് ചെയ്യേണ്ടിയിരുന്നില്ല, നമുക്കൊരു റിഗ്രഷൻ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പറയും, ദേ ഷുഡൻ ഹാവ് പാർക്ക്. ആൻഡ് ഹി ഷുഡൻ ഹാവ് ഷെയർഡ് ഹർ പേഴ്സണൽ ഇൻഫർമേഷൻ വിതൗട്ട് പെർമിഷൻ. പെർമിഷൻ ഇല്ലാതെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അവൻ ഷെയർ ചെയ്യേണ്ടിയിരുന്നില്ല. ഓക്കെ, ഹി ഷുഡൻ ഹാവ് ഷെയർഡ് ഹർ പേഴ്സണൽ, അവളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടിയിരുന്നില്ല, വിമർശിക്കാൻ അങ്ങനെ ചെയ്തതിൽ. അടുത്ത ഉദാഹരണം നോക്കാം. വി ഷുഡൻ ഹാവ് ഇഗ്നോർഡ് ദ വാർണിംഗ് സൈൻസ്. ആ വാർണിംഗ് സൈൻസ് നമ്മൾ അവഗണിക്കേണ്ടിയിരുന്നില്ല. ഓക്കെ, ഒരു ലെഫ്റ്റിലേക്ക് തിരിയരുതെന്ന ഒരു വാർണിംഗ് സൈൻ ഉണ്ട്, നമ്മളത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് പോയി പകുതി എത്തിയപ്പോൾ റോഡ് ബ്ലോക്ക് ആയി. അപ്പൊ നമുക്കൊരു റിഗ്രഷൻ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. വി ഷുഡൻ ഹാവ് ഇഗ്നോർഡ് ദ വാർണിംഗ് സൈൻസ്. ഓക്കെ, ഇനി ഇതിന്റെ ടോണ് മനസ്സിലാക്കേണ്ടതാണ്, അതിന്റെ ടോൺ ആൻഡ് കോണ്ടെക്സ്റ്റ്. A formal tone is often used in writing or polite speech to critique or express regret diplomatically. ഡിപ്ലോമാറ്റിക്കലി നമ്മൾ ഒരാളെ വിമർശിക്കാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. The report should be completed earlier. നേരത്തെ തന്നെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇൻഫോർമൽ സിറ്റുവേഷനിൽ കോമൺ കോൺവെർസേഷൻ ഫോർ എക്സ്പ്രസിങ് ഇമോഷൻസ് ലൈക്ക് ഫ്രസ്ട്രേഷൻ, ഡിസപ്പോയിൻമെന്റ് ഓർ ഗിൽറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് കോൾ യു, ഞാൻ നിങ്ങളെ വിളിക്കേണ്ടിയിരുന്നു, പക്ഷെ വിളിച്ചില്ല. വിളിക്കാത്തതിൽ ഖേദം തോന്നുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. കീ ഡിഫറൻസസ് നമുക്ക് പരിശോധിക്കാം. കുഡ് ഹാവ് ആൻഡ് വുഡ് ഹാവ്. ഓക്കെ, അതിന്റെ രണ്ട് അതേപോലെ വരുന്നത്. കുഡ് ഹാവ് വരുമ്പോൾ റെഫേഴ്സ് ടു പോസിബിലിറ്റി ഇൻ ദ പാസ്റ്റ് ആണ്. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി, പക്ഷെ ഐ ഡിഡ്. ഞാൻ പാർട്ടിക്ക് എനിക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. അതിന് പകരം ഷുഡ് ഹാവ് ആണ് വരുന്നത്, ഞാൻ പോകേണ്ടിയിരുന്നു, പക്ഷെ പോകാത്തതിൽ എനിക്ക് ഖേദം തോന്നുമ്പോഴാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി വുഡ് ഹാവിന്റെ വ്യത്യാസം നോക്കാം. ആൻഡ് റെഫേഴ്സ് ടു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഊഹിച്ചിട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഐ വുഡ് ഹെൽപ്പ് യു ഇഫ് ഐ ഹാഡ് നോൺ. അപ്പോൾ ഞാൻ നിന്നെ സഹായിച്ചേനെ. ഓക്കെ, എന്നാണ് അർത്ഥം വരിക. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ സഹായിച്ചേനെ. നേരെ മറിച്ച് ഷുഡ് ഹാവ് ഹെൽപ്പ് എന്നാണ് വരുന്നെങ്കിൽ ഞാൻ സഹായിക്കേണ്ടിയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇതിന്റെ കോമൺ പാറ്റേൺസ്. ഓക്കെ, ഒന്ന് റിഗ്രറ്റ് ആണ്. ഐ ഷുഡ് ഹാവ് ഡൺ മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ടിയിരുന്നു. പിന്നെ വിമർശിക്കാനാണ്. യു ഷുഡ് ടോൾഡ് മീ അബൌട്ട് ദിസ്, ഇതിനെ കുറിച്ച് എന്നോട് പറയേണ്ടിയിരുന്നു. പിന്നെ സ്പെക്കുലേഷൻ ആണ്, ഊഹിച്ച് പറയുന്ന കാര്യങ്ങൾ. ഹി ഷുഡ് റിസീവ് ദ മെസ്സേജ് ബൈ നൗ. ഓക്കെ, ഈ സമയമാകുമ്പോഴേക്കും അവൻ മെസ്സേജ് റിസീവ് ചെയ്യേണ്ടിയിരുന്നതാണ്, പക്ഷെ ചെയ്തിട്ടില്ല എന്നർത്ഥം. പിന്നെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയാം. വി ഷുഡ് ഇൻഫോം ദം ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി അവരെ അഡ്വൈസ് ചെയ്യേണ്ടിയിരുന്നതാണ്, പക്ഷെ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം നമ്മൾ റിഗ്രഷൻ, ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളാണ്.
അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ചിന്തിക്കാൻ കുറേ സ്ട്രക്ചറുകളുണ്ട്, ചില സ്പെഷ്യൽ വേർഡ്സുകളുണ്ട്. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാവും ഐ ഷുഡൻറ്റ് ഹാവ് ടോൾഡ് ഹിം, ഞാൻ അവനോട് പറയേണ്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണല്ലോ. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു പാറ്റേൺ ആണ് ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ കുറെ എക്സാമ്പിൾ സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളെ ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, ആൻഡ് വിൽ മീറ്റ് വിത്ത് അനദർ ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.